വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2ാമത്തെ യൂണിറ്റും അതിലെ എല്ലാ ലെസൺസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണം എക്സാമും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് 3ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ക്ലൗഡ് 9 എന്നുള്ളതാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മേഘങ്ങളാണല്ലേ. പക്ഷേ ഇവിടെ ക്ലൗഡ് 9 എന്ന് പറയുന്നത് ഒരു യൂസേജ് ആണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിന് നമ്മൾ പറയുന്നതാണ് ക്ലൗഡ് 9 എന്നുള്ളത്. നമുക്കിവിടെ കുറച്ച് കോഡ്സ് തന്നിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. എന്താണ്, നമ്മൾ ഹാർമണിയിൽ ഭയങ്കര ഐക്യത്തോടു കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയോ നമ്മൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അടുത്തത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസിൻ്റെതാണ്. നോ മെഡിസിൻ ക്യൂവേഴ്സ് വാട്ട് ഹാപ്പിനെസ് കനോട്ട്. എന്താണ്, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ മെഡിസിൻ എടുത്തത് കൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു ക്യൂർ കിട്ടില്ല. നമ്മളവിടെ എന്ത് വേണം, അതിൻ്റെ കൂടെ നമുക്ക് ഹാപ്പിനെസ്സും കൂടെ ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ക്യൂർ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലോസ് 60 seconds ഓഫ് ഹാപ്പിനെസ്. റാഫ് വാൾഡോ എമേഴ്സൺ. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒരു മിനിറ്റ് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് 60 seconds ഹാപ്പിനെസ് ആണ് നഷ്ടപ്പെടുന്നത് എന്നാണ്. അവിടെ നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം 1 minute എന്ന് പറയുന്നത് 60 seconds ആണെന്ന് നമുക്കറിയാം. പക്ഷെ 1 minute എന്ന് പറയുമ്പോൾ നമുക്കത് സില്ലി ആയിട്ട് തോന്നും. പക്ഷേ 60 seconds എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ സംഭവമായിട്ട് മാറും. അപ്പോൾ അതാണ് നമ്മൾ ഒരു മിനിറ്റ് ദേഷ്യം പിടിക്കുന്നത്, നമ്മുടെ 60 സെക്കൻഡിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നത്. Then next one, Alice Walker ആണ്. Don't wait around for other people, you be happy for you. Any happiness you get you have got to make yourself. എന്താണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിങ്ങളെ ഹാപ്പി ആക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യരുത്. നിങ്ങളിൽ തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് ഹാപ്പിനെസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. ലുക്ക് ദേ ആർ റിയലി ലെറ്റിംഗ് ദംസെൽഫ് ഗോ. അവിടെ എന്താണ്, ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. സ്കൂളിൽ നിന്നോ മറ്റെന്തോ ടൂർ പോയ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ പറയാണ്, അവരെ നോക്കൂ, അവരെന്താണ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഒരു സർ പറയാണ്, ഹേ ദേ ആർ ഓൺ ക്ലൗഡ് 9. അവരെന്താണ്, ക്ലൗഡ് 9ലാണ്, അത്രയും അതിയായ ആ ഒരു സന്തോഷത്തിൻ്റെ അത്യുന്നതയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു ടീച്ചർ പറയാണ്, റിയലി ദേ സീം ടു ബി ഓവർ ദ മൂൺ. ഓവർ ദ മൂൺ എന്ന് പറയുന്നതും ഈ ഒരു ഹാപ്പിനെസ്സിനെ ഡിനോട്ട് ചെയ്യാനുള്ള ഒരു യൂസേജ് ആണ്. ഓക്കെ, അപ്പോൾ അവർ ശരിക്കും ആ ഒരു ഓവർ ദ മൂൺ എന്നാണ്, അവർ ആ ഒരു സന്തോഷത്തിലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നോക്കൂ. ഹാവ് യു ഹാഡ് ബീൻ ഓൺ എ ടൂർ വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ഓർ ഫാമിലി. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനായിട്ടോ ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ ടൂർ പോയിട്ടുണ്ടോ? വാട്ട് മേക്സ് എ ടൂർ ജോളി ആൻഡ് ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാണ് നിങ്ങൾ ആ ടൂർ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആക്കുന്നതും ജോളി ആക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, നമ്മളടുത്ത കാഴ്ചകൾ കാണുന്നതും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അതുപോലെ തന്നെ പാട്ട് പാടുന്നതും എല്ലാം നമുക്കൊരു ഹാപ്പി മൂമെൻ്റ് ആണല്ലേ. ഹാവ് യു ടേക്കിംഗ് ഫോട്ടോഗ്രാഫ് ഓൺ സച്ച് ഒക്കേഷൻസ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. വൈ ഡു വി ടേക്ക് ഫോട്ടോഗ്രാഫ്സ്. എന്തിനാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് അവർ മെമ്മറി അല്ലേ, അത് നമ്മുടെ മെമ്മറിയാണ്, അതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്ത് സൂക്ഷിക്കും. ഹാവ് യു എവർ റീഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പിക്നിക് ഓർ എ ജേണി. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ജേണിയെ കുറിച്ചിട്ടോ ഒരു പിക്നിക്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളാണിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ദെൻ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ലെറ്റ്സ് റീഡ് അബൌട്ട് എ ലിറ്റിൽ ഗേൾ ഹൂ വെൻറ്റ് ഓൺ എ സ്കൂൾ ട്രിപ്പ് വിച്ച് ഗേവ് ഹെർ എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ത്രിൽ. ഒരു ചെറിയ പെൺകുട്ടി ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുള്ള ഒരു ട്രാവലോഗാണ് ഇവിടെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ ഫണ്ണും ത്രില്ലുമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ദിസ് എക്സ്പേർട്സ് ഈസ് ടേക്കൻ ഫ്രം ടോട്ടോ ജാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. എന്താണ്, ഇത് നമ്മുടെ ടോട്ടോ ജാൻ്റെ സ്റ്റോറിയാണ്. ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്നുള്ള സ്റ്റോറിയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം ടോട്ടോ ജാനെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് ഒന്ന് വായിച്ചു നോക്കാം. ട്രിപ്പിൻ്റെ പേര് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്നുള്ളതാണ്. ഹോട്ട് സ്പ്രിംഗിലേക്ക് പോകുന്ന ഒരു ട്രിപ്പ്. ഓക്കെ, ടെസ്കോ കുരോയാങ്കിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമുക്ക് വായിക്കാം. സമ്മർ വെക്കേഷൻ കെയിം ടു ആൻ എൻഡ്. എന്താണ്, സമ്മർ വെക്കേഷൻ അതിൻ്റെ എൻഡിലേക്ക് കടക്കുകയാണ്. ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അങ്ങനെ അവസാനം ആ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്ക് പോകുന്ന ട്രിപ്പ് വന്നെത്തി.
For the students, it was the most important event at ടോമിയോ. എന്താണ് ടോമിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് സ്റ്റുഡൻസിന് ഇത്. The trip was to a seaside school at a place called Toi on the Izu Peninsula in ഷിസോക്ക. ഷിസോക്കയിലുള്ള ഇസു പെനിസുലയിലെ ടോയ് എന്ന സ്ഥലത്തേക്കാണ് ഇവർ ട്രിപ്പ് പോകുന്നത്. ഒരു സീസൈഡ് സ്കൂളാണിത്. ഓക്കെ, ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ. സീയിൽ ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ് അവിടെ ഉള്ളത്. വേർ ദി ചിൽഡ്രൻ കുഡ് ബോത്ത് സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. അവിടെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് സ്വിം ചെയ്യുകയും നീന്തുകയും അതുപോലെ തന്നെ ഹോട്ട് ബാത്ത് ചെയ്യുകയും ചെയ്യാം. ഹോട്ട് ബാത്ത് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. ട്രിപ്പ് എന്ന് പറയുന്നത് 3 പകലും അതുപോലെ തന്നെ 2 രാത്രിയുമാണ് എടുക്കുന്നത്. One of the students' father had a vacation home there. There all 50 of the Tomio students from the 1st to 6th grades could stay. എന്താണ് അവിടെ എന്ന് പറയുന്നത്, സ്റ്റുഡൻസിൻ്റെ ഫാദേഴ്സൊക്കെ വെക്കേഷൻസിനൊക്കെ പോകുന്ന ഒരു പ്ലേസും കൂടെയാണ്. അതുപോലെ തന്നെ അവിടെ ടോമിയോയിലെ എല്ലാ സ്റ്റുഡൻസും അതിന് പോകുന്നുണ്ട്. 1st to 6th ഗ്രേഡ്സിലെ എല്ലാവർക്കും അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. Toto-chan really did not know if her mother would let her go. Mom, may I go for the trip? She asked hesitantly. എന്താണ് ടോട്ടോച്ചാനെ അറിയില്ല, ടോട്ടോച്ചാൻ്റെ അമ്മ പറഞ്ഞയക്കുമോ എന്ന് അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ മമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഞാൻ ഈ ട്രിപ്പിന് പോകട്ടെ എന്ന് ചോദിച്ചു. ഷീ ആസ്ക്ഡ് ഹെസിസ്റ്റൻ്റ്ലി. വളരെ ആൾക്കൊരു ഹെസിസ്റ്റൻ്റ്ലി പറഞ്ഞാൽ ആൾക്കൊരു വിശ്വാസമൊന്നുമില്ല, അമ്മ പറഞ്ഞയക്കുമോ എന്നൊന്നും അറിയില്ല, എങ്കിൽ പോലും അവളൊന്ന് ചോദിച്ചതാണ്. But her mother had already got the headmaster's letter and made up her mind to let Toto-chan go. എന്താണ് ആക്ച്വലി മദറിന് അതിൻ്റെ മുന്നേ തന്നെ ഹെഡ് മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടോച്ചാനെ പറഞ്ഞയക്കണം എന്നുള്ളത്. അതുകൊണ്ട് ടോട്ടോച്ചാൻ ഇത് ചോദിച്ചപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, പറഞ്ഞയക്കണം എന്നുള്ള ഡിസിഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് മെയ്ഡ് യുവർ മദർ ലെറ്റ് ടോട്ടോ-ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, അതിന് ശേഷം എന്താ ഉണ്ടായത് എന്ന് നോക്കാം. നൗ ദെൻ said the headmaster when they had all assembled to start the trip, we are traveling by train and by ship and I don't want any of you to get lost. Do you understand? All right, off we go. എന്താണ് അപ്പോൾ ടോട്ടോച്ചാനൊക്കെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പോവിൻ്റെ ട്രിപ്പിൻ്റെ ദിവസം എത്തി. അങ്ങനെ ഹെഡ് മാസ്റ്റർ പറയാണ്, എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ്, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. നമ്മൾ ട്രെയിനിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഷിപ്പിലും പോകുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. എനിക്ക് നിങ്ങൾ ആരെയും ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരെയും ഇതിൽ നിന്ന് നഷ്ടപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കത് വേണ്ട. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. നിങ്ങൾക്ക് മനസ്സിലായോ എങ്കിൽ നമുക്ക് പോകാം. That was the only instruction he gave, yet the children were amazingly well behaved in the train. എന്താണ് ഇത് മാത്രമാണ് ആ ഒരു ഹെഡ് മാസ്റ്റർ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികളെല്ലാവരും ട്രെയിനിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Nobody ran up and down the cars and the only talking was done quietly among those sitting നെക്സ്റ്റ് ടു ഈച്ച് അതർ. അവിടെ എന്താണ് അവരെ കാറിൽ പോകുമ്പോഴും മറ്റും ഒന്നും ഓടുകയോ ഒന്നും ചെയ്തില്ല, അവർ സംസാരിക്കുകയോ ചെയ്തു. അതെങ്ങനെയാണ് ഭയങ്കര ക്വയറ്റ്ലി ആയിട്ട്, ഭയങ്കര കാമയും ക്വയറ്റായിട്ട് സംസാരിക്കുക. അത് അപ്പുറത്തിരിക്കുന്നത് ആരാണോ അവരുമായിട്ടാണ് അവർ സംസാരിക്കാറുള്ളത്. അതുമാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ഒരു കുരുത്തക്കേടും അവർ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് മാസ്റ്റർ അവർക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ്റെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. നോക്കൂ, the Tomio pupils had never been actually told how to behave in public. എന്താണ് ആക്ച്വലി ടോമിയോ പബ്ലിക് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അറിയാം, പ്യൂപ്പിൾസ് എന്നവിടെ പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാം എങ്ങനെയാണ് പബ്ലിക്കലി ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്. But somehow their school life had instilled into them the basics of decency and good behavior. They never pulled others, never took to unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others.
എന്താണ് ആക്ച്വലി അത് മറ്റുള്ള സ്കൂളിലെ കുട്ടികളുടെ പോലെയല്ല ഇവരെന്ന് പറയുന്നത്. ഇവർക്ക് ബേസിക്സ് ആയിട്ട് തന്നെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. അതുപോലെ തന്നെ മിസ്ബിഹേവിയർ ഒന്നും കാണിക്കാൻ പാടില്ല, ഒരാളടുത്തും റൂഡായിട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനോ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇതൊക്കെ ഇവർക്ക് ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. The biggest surprise was Toto Jan in her old school. She had done unimaginable things. എന്താണ് ഇവിടെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ടോട്ടോ ജാനി ആ സ്കൂളിൽ എത്തിയപ്പോൾ അവളുടെ ഓൾഡ് സ്കൂളിൽ അവൾക്ക് വളരെ ഇതായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അവൾ അൺഇമാജിൻ ചെയ്യാറുന്ന ഒരുപാട് കാര്യങ്ങൾ, അഥവാ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഷി വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. അവൾ മിഡിൽ ഓഫ് എ ക്ലാസിൻ്റെ പകുതിയൊക്കെ എത്തുമ്പോൾ അവിടെ എന്തായിരുന്നു, ക്ലാസ്സിന് പുറത്തുള്ള സ്ട്രീറ്റിലുള്ള മ്യൂസീഷ്യൻസിനൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പഴയ സ്കൂളിൽ. അറ്റ് ടോമിയോ, from her first days, she was attentive in class and did her lessons properly. പക്ഷേ ഈ ടോമിയോ സ്കൂളിൽ എത്തിയതിനു ശേഷം അവൾ ക്ലാസ്സിലൊക്കെ വളരെ അറ്റൻറ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലെസൺസൊക്കെ അവൾ നല്ല രീതിയിൽ കേൾക്കാറുമുണ്ട്. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾഡ് സ്കൂൾ സോ her now, they would not believe with their eyes. എന്താണ് അവരുടെ പഴയ സ്കൂളിലെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇപ്പോൾ അവളെ കാണുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഷുവർലി ഇസ് നോട്ട് ടോട്ടോ ജാൻ. സത്യമായിട്ടും ടോട്ടോ ജാൻ മാത്രമല്ല, ദേ വുഡ് ഹാവ് സെയ്ഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡീസ് എൽസ്. എന്താണ് എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ടോട്ടോ ജാൻ മാത്രമല്ല, എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കുട്ടികളുമാണ് ഈ ടോമിയോ സ്കൂളിലുള്ളതെന്നാണ് പറയുന്നത്. Then at Numazu, they embarked on a ship that was just like what they had all dreamed about. അങ്ങനെ അവർ നുമാസു എന്നുള്ള സ്ഥലത്തെത്തുകയും അവിടെ എന്താണ് അവരവിടെ നിന്ന് ഷിപ്പിൽ കയറുകയും ഒക്കെ ചെയ്തു. അവരുടെ ഡ്രീം പ്ലേസിലേക്ക് അവർ പോവുകയാണ് അല്ലേ. ഇറ്റ് വാസിൻറ്റ് എ ബിഗ് ഷിപ്പ്. ആക്ച്വലി എന്താണ് അതൊരു വലിയ ഷിപ്പൊന്നുമല്ല. But they were also excited that they inspected every corner of the deck, pulling and poking their hands into everything. പക്ഷെ അതെന്താണ് വലിയ ഷിപ്പൊന്നുമല്ല എങ്കിലും വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവർ ആ ഒരു ഡെക്കിൻ്റെ എല്ലാ കോർണറിനും ഇതുപോലെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇൻസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പുൾ ആൻഡ് പോക്കിങ് ഇങ്ങനെ പുള്ളി ചെയ്യുകയും അതുപോലെ തന്നെ പോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് നോക്കുക, എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ നോക്കുന്നുണ്ട് അവർ. Then, but soon the sea became rough. കുറച്ചുകൊണ്ട് ഇതായപ്പോൾ ഷിപ്പിലല്ലേ പോകുന്നത്, കുറച്ച് ചെന്നപ്പോൾ സീ എന്ന് പറയുന്നത് വളരെ ഒരു റഷായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറുകയാണ്. കാരണം ഉൾക്കടലിലേക്ക് എത്തും തോറും എന്താണ് നമ്മുടെ കടലിൽ ഒരുപാട് തിരമാലകളും അതുപോലെ തന്നെ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നും സീ എന്ന് പറയുന്നത് കുറച്ചും കൂടെ റഫാണെന്ന് തോന്നും. അതാണ് ഇവിടെയും തോന്നിയിട്ടുള്ളത്. ടോട്ടോ ജാൻ ബിഗൈൻ ടു ഫീൽ സിക്ക്. അതുമാത്രമല്ല, നമുക്ക് ഉൾക്കടലിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താണ് അവിടെ മർദ്ദം കുറയുകയും നമുക്ക് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ ടോട്ടോ ജാനും സിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി, അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആസ് ഡിഡ് സം അതേഴ്സ്. ടോട്ടോ ജാന് മാത്രമല്ല മറ്റുള്ളവർക്കും. വെൻ ദ ഷിപ്പ് റോക്ക്ഡ് on, one of the older boys stood amidship and ran from one side to other saying oops. പക്ഷെ എന്താണ് അവിടെ ഒരു ഓൾഡർ ബോയ് ഉണ്ടായിരുന്നു, കുറച്ച് വലിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ ബോയ് എന്താണ് നമ്മുടെ ഷിപ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഓടുകയാണ്. ഊപ്സ് ഊപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സിക്കാണ്, പക്ഷേ ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീസിക്ക്. സീസിക്ക് എന്ന് പറയുന്നത് ആ ഒരു കടലിലെ സിക്കിനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീസിക്ക് അനുഭവപ്പെടുമ്പോഴും ഈ കുട്ടി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം ഫണ്ണിയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വെൻ ദേ disembarked, the oops boy began to feel sick just when everyone else had recovered and was feeling fine. അങ്ങനെ ഈ കുട്ടി എന്താണ് ഈ ഊപ്സ് ബോയ് എന്നുള്ള ഈ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്കും എന്തായി ഭയങ്കര സിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ റിക്കവർ ചെയ്ത് വരികയാണ് ചെയ്തത്. Then the spa at Toy was in a quiet, beautiful village on the sea, surrounded by wooded hills. അങ്ങനെ എന്ത് ചെയ്തു അവർ ടോയ് എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു സ്പായിലേക്ക് അവരെത്തുകയാണ്. അവിടെ ഭയങ്കര ക്വയറ്റ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. ആ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് പറയുന്നത് ചുറ്റും എന്താണ് കടലുണ്ട്, അതുപോലെ തന്നെ ഫുള്ളും വുഡഡ് ആയിട്ടുള്ള ഹിൽസുകളൊക്കെയാണ് കാണുന്നത്.
After a short rest, the teachers took the children down for a swim in the sea. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വരെ റെസ്റ്റ് എടുത്തിട്ട് ഒരു സിക്കൊക്കെ മാറി അവരൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ടീച്ചർ എല്ലാവരും കൂടെ അവരെന്താണ് ആ സീയിലേക്ക് സ്വിമ്മിങ്ങിന് വേണ്ടി ഇറക്കുകയാണ്. ഇറ്റ് വാസൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. ഇത് ശരിക്കും സ്കൂളിൽ കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒന്നല്ല. സോ ദേ വേർ ദെയർ സ്വിമ്മിംഗ് സ്യൂട്ട്സ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ ആ സ്വിമ്മിംഗ് സ്യൂട്ടൊക്കെ എടുത്ത് ധരിക്കുകയാണ് ചെയ്യുന്നത്. The hot spring in the sea was most unusual. It was not enclosed, so there was no line separating the hot spring ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. എന്താണ് ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്? ശരിക്കും ആ സീയുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ അതെന്താണ്? ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്. എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് തീർച്ചപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഈ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കവർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കോ അങ്ങനെയൊന്നുമില്ല അവിടെ. എന്താണ് അത് ശരിക്കും ഈ ഒരു നോ ലൈൻസ് ഒന്നുമില്ല, ഒരു ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും ഒരു സീ പോലെ തന്നെയാണ് അവിടെ കാണുന്നത്. ഇഫ് യു ക്രൗച്ച് ഡൗൺ where you were told the hot spring was, the hot water came up to your neck. ആക്ച്വലി എന്താണ് നമുക്കത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഹോട്ട് സ്പ്രിംഗ് ഉള്ള സ്ഥലം എന്ന് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പിന്നെന്താണ് അവരുടെ കഴുത്തിലേക്ക് ആ വെള്ളം വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇതാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് മനസ്സിലായത്. ആയിക്കോട്ടെ. ഇനി അടുത്തത് നോക്കൂ. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീങ് ഇൻ എ ഹോട്ട് ബാത്ത്. എന്താണ് അത്? ആ ഹോട്ട് ബാത്ത് എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ഒരു ഇഷ്ടം തോന്നിയ ഒന്നായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോർ വാസ് സോ ഡെസേർട്ടഡ്. ഇറ്റ് വാസ് ലൈക്ക് ബീങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ആക്ച്വലി എന്താണ് ആ ദിവസങ്ങളിൽ ആ ഒരു സീഷോർ എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് പോലെയായിരുന്നു. അഥവാ ഒരാളും ഉണ്ടായിരുന്നില്ല. ആളില്ലാത്ത സ്ഥലമാണല്ലോ നമ്മൾ ഡെസേർട്ട് എന്ന് പറയാം. ഡെസേർട്ട് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവരുടെ ഒരു പ്രൈവറ്റ് ബീച്ചായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ദ ചിൽഡ്രൻ റിവൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിങ്സ് സീ ബാത്തിങ്. എന്താണ് റിവൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ആ ഒരു ഹോട്ട് സ്പ്രിങ്സ് സീ ബാത്തിങ് വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles. അങ്ങനെ അവരുടെ ആ ഒരു ഈവനിങ്ങിൽ അവർ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ ഒരു ഈവനിങ്ങിൽ അവരുടെ ഒരു ഫിംഗേഴ്സൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റിംഗ്ലെസ് ആയിട്ട്. റിംഗ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിംഗ്ലെസ് എന്ന് പറഞ്ഞാൽ ചുളിവുകളൊക്കെ വരിക. അവരുടെ നമുക്കറിയാം നമ്മുടെ കൈയൊക്കെ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ചുളിവ് വന്ന പോലെ ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെയായിരുന്നു അവരുടെ വിരലുകളൊക്കെ അതുപോലെ ചുളിവ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് അവർ ഒരുപാട് നേരം വെള്ളത്തിൽ സ്റ്റേ ചെയ്തതും ഉണ്ടായിരുന്നു. ഈച്ച് നൈറ്റ് എല്ലാ രാത്രിയും once they were decked into their quilts, the children took their turns telling ghost stories. എല്ലാ രാത്രിയും അവരെന്ത് ചെയ്യുമായിരുന്നു? ഡെക്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് പോവുക. എന്തിൻ്റെ ഉള്ളിലേക്കാണ്? ഇൻ ദെയർ കിൽറ്റ്സ്. കിൽറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പുതപ്പ്, നമ്മുടെ നോർമൽ പുതപ്പില്ല, അതിനേക്കാൾ ഒന്നും കൂടെ കട്ട് കൂടിയ പുതപ്പാണ്. കാരണം നല്ല തണുപ്പുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പുതപ്പിനെയാണ് നമ്മൾ അങ്ങനെ പറയുക. അപ്പോൾ ആ ഒരു പുതപ്പിൻ്റെ ഉള്ളിലേക്ക് അവർ പോകുമ്പോൾ എന്താണ് ചെയ്യാറ്? കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സ്റ്റോറീസൊക്കെ പറയും. എന്ത് സ്റ്റോറിയാണ്? ഗോസ്റ്റിൻ്റെ ഒക്കെ സ്റ്റോറീസൊക്കെ പറയാറുണ്ട്. ടോട്ടോ ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ് ദാറ്റ് ദേ ക്രൈഡ്. അവർക്കൊക്കെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ടോട്ടോ ചാനും ഒക്കെ ഭയങ്കര പേടി തോന്നാറുണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് വെൻ വാട്ട് ഹാപ്പൻ, ദെൻ വാട്ട് ഹാപ്പൻ. എന്താണ്? പക്ഷെ അവരിങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അപ്പോഴും അവർ ചോദിക്കും എന്നിട്ട് പിന്നെന്താ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കും. കാരണം കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചോദിക്കും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാണ് അർത്ഥം. ദെൻ unlike camping inside the school and the bravery test, the 3-day stay at a choice bar was a real life experience. ആക്ച്വലി സ്കൂളിലൊക്കെ ക്യാമ്പിംഗ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബ്രേവറി ടെസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ബ്രേവറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കറേജിനൊക്കെ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. അതിൽ നിന്നൊക്കെ എന്താണ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു ഈ ഒരു 3 ഡേയ്സിലെ സ്റ്റേ എന്ന് പറയുന്നത്. അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദർ വാസ് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് കിക്കാഡസ് ആൻഡ് എ ഷോപ്പ് വേർ യു കുഡ് ബൈ പോപ്സ്റ്റിക്കിൾസ്. അതുപോലെ തന്നെ ആ ഒരു ഫോറസ്റ്റിൽ എന്ന് പറയുന്നത് കുറേ കിക്കാഡസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കിക്കാഡസ് എന്ന് പറയുന്നത് വലിയ ഒരു ഇൻസെക്ട്സ് ആണ്, വലിയ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള പ്രാണികളെ പറയുന്നതാണ്. അത്തരത്തിലുള്ള പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു അവർ പോപ്സിക്കിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഐസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിംഗ് എ ബിഗ് വുഡൻ ബോട്ട്
ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അതുപോലെ തന്നെ അവരൊരു ആളെ ആ ബീച്ചിൽ നിന്നും കണ്ടിരുന്നു. ആളെന്തായിരുന്നു, വുഡ് കൊണ്ടൊക്കെ, മരം കൊണ്ട് ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുകയായിരുന്നു. അയാൾ ഒറ്റക്കായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. ആക്ച്വലി ഇപ്പം എന്താണ്, ആ ബോട്ട് എന്ന് പറയുന്നത് ഷേപ്പ് ആയിട്ടുണ്ട്, ബോട്ടിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് to run down to the beach to see how much more he had done. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി വെക്കും. എന്താണ്, അയാൾ എത്രത്തോളം ഈ ഒരു ബോട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. ടോട്ടോ ചാന് അയാൾ ആ ഒരു വുഡ് ഷേവിങ് പോലെയുള്ള ആ ഷേപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ടോട്ടോ ചാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതാണ് ഈ പിക്ചറിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ how about a souvenir photograph? ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ were to leave. അവർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്, നമുക്കൊരു ഫോട്ടോഗ്രാഫ് എടുത്താലോ എന്ന്, ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൻ ഓഫ് all of them together and the children were excited at the idea. ആക്ച്വലി എന്താണ്, ഇത്ര നേരം അവരോട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഇതുവരെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെഡ് മാസ്റ്ററിൻ്റെ ഐഡിയ ഇവർക്ക് നന്നായിട്ട് തോന്നി. No sooner was the headmaster ready with his camera than someone had gone to the toilet. എന്താണ്, ആരെങ്കിലും ടോയ്ലറ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ഹെഡ് മാസ്റ്റർ നമ്മുടെ ക്യാമറ ഒക്കെ എടുത്ത് റെഡിയായി നിന്നു. Then someone else had his game shoes on the wrong feet and had to change them around. When he finally said, "Is everyone ready?" എന്താണ്, അപ്പം എന്താണ്, കുറച്ച് കുട്ടികളൊക്കെ ഷൂവും അതും ഇതൊക്കെ ശരിയാക്കാൻ, നമ്മൾക്കറിയാലോ നമ്മൾ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ശരിയാക്കാണ്ടാവും അല്ലേ. അതേപോലെ തന്നെ കുറേ കുട്ടികൾ ശരിയാക്കാനൊക്കെ പോയി. അപ്പോൾ അവസാനം ഫൈനലി അദ്ദേഹം ചോദിച്ചു, എല്ലാവരും റെഡിയാണോ എന്ന്. 1 or 2 of the children were lying on the ground. അങ്ങനെ കുറേ പേരെന്താണ്, കുറേ നിൽക്കുന്നുണ്ട്, കുറേ പേര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 കുട്ടികൾ എല്ലാവരും റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2 കുട്ടികൾ ആ നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. They had become tired of holding their poses so long. എല്ലാവരും അവരുടെ പോസൊക്കെ ഇങ്ങനെ കുറേ നേരം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ ഭയങ്കര ടയേർഡായി. അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവ്രി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. ഈ എല്ലാവരും കൂടെ എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ് അല്ലേ, വലിയ പ്രോബ്ലം തന്നെയാണ്. കാരണം എല്ലാവരും റെഡി ആവാൻ ഒരുപാട് സമയമെടുക്കും, കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഇതൊരു വലിയ പ്രോബ്ലം തന്നെയായിരുന്നു. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. എല്ലാ പ്രോസസ്സും എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അവർ ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ദെൻ ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. ആക്ച്വലി ആ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സീയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെയൊക്കെ പോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് വലിയ ഒരു ട്രഷർ, ഒരു നിധി പോലെ തന്നെയായിരുന്നു. കാരണം നമുക്കറിയാം ഒരു യാത്രയുടെ ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കുന്നത് ഏറ്റവും വലിയ ഒരു നിധി പോലെ അല്ലെങ്കിൽ ഒരു ട്രഷർ പോലെയാണെന്നാണ് പറയുന്നത്. 1 look at it and memories would flood back. എന്താണ്, നമ്മൾ ഇതൊന്നും ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് അന്നുണ്ടായിരുന്ന ആ മെമ്മറി എല്ലാം കൂടെ ഒരു ഫ്ലഡ് പോലെ, ഒരു പ്രളയം പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇരച്ചു കയറുമെന്നാണ് പറയുന്നത്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാൻ ഒരിക്കലും ഈ ഒരു സമ്മർ വെക്കേഷനെ കുറിച്ചിട്ട് മറക്കില്ല. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ടോട്ടോ ചാൻ്റെ സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലെ ഈ ഒരു സൈഡിലുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ പേജിലുള്ളതാണ്. വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് ടോട്ടോ ജാൻ ഗോ ഫോർ ദ ട്രിപ്പ്. എന്തായിരുന്നു ടോട്ടോ ജാൻ്റെ മദർ ടോട്ടോ ജാനെ ട്രിപ്പിന് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതെന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോകാൻ പറ്റുമോ എന്തായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. Toto Jan's mother left her go because she received the headmaster's letter and decided it was fine. ഓൾറെഡി ടോട്ടോ ജാൻ്റെ മദറിന് ഹെഡ് മാസ്റ്ററിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അവൻ പോയിക്കോട്ടെ എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? എന്തുകൊണ്ടാണ് കുട്ടികൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തത്? കാരണം എന്തായിരുന്നു? എന്താണ്? ദ ചിൽഡ്രൻ വെർ വെൽ ബിഹേവ്ഡ് ബിക്കോസ് ദ ഹെഡ് മാസ്റ്റർ ടോൾഡ് ദം നോട്ട് ടു ഗെറ്റ് ലോസ്റ്റ് ആൻഡ് ദേ ലിസൺഡ്. ഓൾറെഡി ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആരെയും ഇതിൽ നഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് അവർ ലിസൺ ചെയ്തു. അതുകൊണ്ടാണ് അവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിട്ട്.
Third question, what were the values cultivated by the students at Tomio? ടോമിയോ സ്കൂളിലെ സ്റ്റുഡൻസ് എന്ത് വാല്യൂസ് ആയിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്ത് വാല്യൂസ് ആണ് അവർ ഉള്ളിലുണ്ടായിരുന്നത്? അറ്റ് ടോമിയോ സ്റ്റുഡൻസ് ലേൺ ടു ബി ഡീസൻറ്റ് ആൻഡ് വെൽ ബിഹേവ്ഡ്. അവർക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് ഡീസൻ്റ് ആവേണ്ടത്, എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എന്ന് അവർ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഡിഡ് നോട്ട് പുള്ളി, ആക്റ്റഡ് കാംലി, പിക്ഡ് അപ്പ് ലിറ്റർ ആൻഡ് റെസ്പെക്ട് അതേഴ്സ്. അവർ ആരെയും പുള്ളി ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും എല്ലാം അവർക്ക് നന്നായിട്ട് അറിയുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? എന്തുകൊണ്ടാണ് ആ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഇത് സീയിൽ നിന്നും അൺയൂഷ്വൽ ആണെന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു? എന്താണ്? ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് അൺയൂഷ്വൽ ബിക്കോസ് ഇറ്റ് വാസ് ഓപ്പൺ ആൻഡ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ സീ. അതെന്താണ്? ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്, അല്ലാതെ സീയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. ദ ഹോട്ട് വാട്ടർ മിക്സ്ഡ് വിത്ത് സീ വാട്ടർ. ആ ഒരു ഹോട്ട് വാട്ടർ സീ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതിനൊരു ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ എൻക്ലോസ്ഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ സ്റ്റേ അറ്റ് ദ സ്പാ എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് ഈ ഒരു സ്പാ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്? എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ദ സ്റ്റേ അറ്റ് ദ സ്പാ വാസ് റിയൽ ഫോർ ദ ചിൽഡ്രൻ ബിക്കോസ് ദേ ബാത്ത്ഡ് ഇൻ ദ ഹോട്ട് സ്പ്രിംഗ് സീ, സോ കിക്കാഡസ്, ബോട്ട് പോപ്സിക്കിൾസ് ആൻഡ് വാച്ച്ഡ് എ മാൻ ഹൂ ബിൽഡ് എ ബോട്ട്. എന്താണ്? അവർ ആ ഒരു സ്പ്രിംഗ് സീയിൽ നന്നായിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു, ഹോട്ട് സ്പ്രിങ്ങിൽ. അതുപോലെ തന്നെ അവർ കിക്കാഡസ് കണ്ടു, പോപ്സിക്കിൾസ് വാങ്ങിച്ചു, അതുപോലെ തന്നെ ബോട്ട് ഉണ്ടാക്കുന്ന ആളുകളെയും കണ്ടു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫോട്ടോ സെഷൻ ടേക്ക് എ വെരി ലോങ് ടൈം? എന്തുകൊണ്ടാണ് ആ ഫോട്ടോ സെഷൻ ഒരുപാട് ടൈം എടുത്തത് എന്നാണ്. The photo session took a long time because some kids went to the toilet, one had to fix his shoes and others got tired and lie down. All these delays made it difficult to take the picture quickly. എന്തുകൊണ്ടാണ്? കുറച്ച് കുട്ടികൾ ടോയ്ലറ്റിലേക്ക് പോയി, കുറച്ച് പേരെന്താണ് ഷൂസൊക്കെ ഫിക്സ് ചെയ്യാണ്, കുറച്ച് പേര് ടയേർഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് ആ പിക്ചർ എടുക്കാൻ ഡിലേ ആയത്, പെട്ടെന്ന് പിക്ചർ എടുക്കാൻ സാധിക്കാതിരുന്നതും അതുകൊണ്ടാണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. കമൻറ്റ്. എന്തുകൊണ്ടാണ് ടോട്ടോ ചാൻ ആ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ മറക്കാതിരിക്കുന്നത്? കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കമൻറ്റാണ് കൊടുക്കുക? ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ ബിക്കോസ് ദ ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ആൻഡ് ഹാപ്പി പോസസ് റിമൈൻഡഡ് ഹെർ ഓഫ് ദ ഫൺ ആൻഡ് സ്പെഷ്യൽ മൊമെൻറ്റ്സ്. ആ ഒരു സമ്മർ വെക്കേഷനിൽ ലാസ്റ്റ് എടുത്ത ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് അവിടെ സീ കാണാറുണ്ട്, അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള പോസസ് ആണുള്ളത്, അതുപോലെ തന്നെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളും സ്പെഷ്യൽ മൊമെൻറ്റ്സും എല്ലാം അവനക്ക് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ അവൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.